ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളെ മൈൻക്രാഫ്റ്റുമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈനിങ് ചെയ്തിട്ട് ഡയമണ്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ മൈനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി മൈനിങ് ഏരിയക്ക് പോവാം. നമുക്ക് വേണ്ടത് 2 ഇത് എടുത്തിട്ടുണ്ട്. നമ്മളെയൊക്കെ വുഡ് നമ്മളെയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് തന്നെ ക്രാഫ്റ്റിംഗ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇനി അടിയിലോട്ട് പോകാം ഗൈസ്. ഇവിടെ നമ്മൾ ഇവിടെ പൊട്ടിക്കാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്നൊക്കെ കോപ്പർ എന്തൊക്കെയുണ്ട്, പക്ഷെ നമുക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ്: ഡയമണ്ട്, അയണ്, ഗോൾഡ്, എമറാൾഡ്, റെഡ് സ്റ്റോണ്. അതൊക്കെ മതി ഗൈസ്. അപ്പം നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം ഇനി നമുക്ക് വേഗം മൈൻ ചെയ്ത് പോവാം. നമുക്ക് പൊസിഷൻ്റെ മോഡ് ഓണാക്കണം. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്. അപ്പോൾ ഞാൻ ഓണാക്കട്ടെ. ഗൈസ്, നമ്മൾ പൊസിഷൻ്റെ അത് ഓണാക്കിയിട്ടുണ്ട്. ഇതാ ഗൈസ്, കണ്ടോ? ഇവിടെ ഈ കാണുന്നതാണ്. അപ്പം നമുക്ക് മൈനിങ് തുടങ്ങാം. നമ്മൾ ഓരോ അടിക്ക് പോകുമ്പോഴും ഓരോന്ന് ഇങ്ങനെ കുറഞ്ഞു വരും. ഇവിടെ 35 ഇങ്ങനെ 34 ആവും. ഇവിടെ ഗ്രാവലാണ് കേട്ടോ ഗൈസ്. നമുക്ക് വേഗം മൈൻ ചെയ്യാം. ഗ്രാവലുള്ളിടത്ത് കുറച്ച് പണിയാണ്. മുകളിൽ കണ്ടോ ഗൈസ്? നമുക്കൊന്ന് അഞ്ഞ അടിക്ക് പോയിക്കുക. ഇനി ആക്കിയാൽ അത് മുകളിൽ നിന്ന് ഇഞ്ഞും വരും ഗ്രാവല്. നമ്മൾ ഇതൊക്കെ പൊട്ടാനായിട്ടുണ്ട്. പൊട്ടി ഗൈസ്. ഇനി നമുക്ക് അടുത്തെടുക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു പോവാം. കാരണം ഈ ഭാഗത്ത് ഡയമണ്ട് അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. നമ്മളെ ഈ പൊസിഷനിൽ ആ 26 എന്നുള്ളിടത്ത് ഒരു -1 ഒക്കെ ആകുമ്പോഴുള്ള സ്ഥലത്തൊക്കെ കാരണം ഡയമണ്ട്. അപ്പോൾ നമുക്ക് വേഗം മൈൻ ചെയ്യാം. ഗൈസ്, ഇവിടെ ഒരു കേവ് ഉണ്ട്. ഇപ്പോൾ തലക്കാലത്തിന് അങ്ങോട്ട് പോകണ്ട ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യപ്പോൾ പോയാൽ ശരിയാവില്ല ഗൈസ്. ഇത് നമുക്ക് ഇവിടെ മുഴുവൻ അടച്ചിട്ട് പോവാം. ഇവിടെ വല്ല അയൺ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നമുക്ക് കാണാനില്ല കേട്ടോ. നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോൺ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് ഈ ബ്ലോക്കിൻ്റെ പേരെന്താ? ഓക്കെ, ഗ്രാനൈറ്റ് ആണ് നമുക്ക് കിട്ടിയത്.
ഗ്രാനൈറ്റ് നിങ്ങൾക്ക് അറിയാക്കാരം. നമ്മൾ 14-ലെത്തിയിട്ടുണ്ട്. നമ്മൾ ടോർച്ച് വെക്കാം. നമുക്ക് അടിയും ഇങ്ങനെ പോവാം. ഇവിടേക്ക് നമുക്ക് ഇവിടേക്ക് പോയി നമ്മളെ ഏകദേശം നമ്മൾ 10 ആയിട്ടുണ്ട്. നമ്മളെ ഇത് 9, 8, 7 എത്ര? നമ്മൾ ഈ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഈ ബ്ലോക്കിൻ്റെ പേരെന്താണ്? ഇത് നമ്മൾ സ്റ്റോൺ തന്നെയാണ് കേട്ടോ. ബ്ലോക്കിൻ്റെ പേരെന്താണ്? അത് കോബ്ലഡ് തന്നെ. കോബ്ലഡ് ഡീപ്പ് സ്ലൈറ്റ്. ഇതുകൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം ഗൈസ്. സ്റ്റോൺ പിക്കാക്സ്. ഇത് ഒട്ടിക്കാൻ ഇത്തിരി പണിയാണ്. നമുക്ക് ഇത് പൊട്ടിയാൽ ഇനി നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. കാരണം ഈ ബ്ലോക്ക് ഇനി തുടർച്ചയായി വന്നാൽ നമ്മളെ അയണിൻ്റെ തീർക്കും. നമ്മൾ അയൺ പിക്കാക്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗൈസ് ഇത് മുഴുവൻ പൊട്ടിച്ചടിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഡയമണ്ട് കണ്ടുക. 3 ആയി. ഇപ്പോൾ 1 ആയിട്ടോ ഗൈസ്. നമ്മളൊക്കെ ഇനിയുണ്ട്. ഇനി നമ്മളൊക്കെ 4 സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്. പിന്നെ നമ്മൾ -0-ലെത്തി. ഇനി നമ്മൾ മൈനസ് ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഡയമണ്ടും പലതും കിട്ടും. ഏകദേശം ഈ സ്റ്റോണുള്ള ഭാഗത്തു നിന്ന് ഡയമണ്ടൊക്കെ കിട്ടുക. അതിനാണ് നമ്മളെ കയ്യിലുള്ള ഇതെടുത്തത്, അയണിൻ്റെ പിക്കാക്സ്. ഇങ്ങനെ പൊട്ടിച്ച് തന്നെ അടി വരത്തണം. നമ്മളെ ചാനലിൻ്റെ 3-ാം പാർട്ട് വീഡിയോ ആണ്. ഒന്നുകൂടിയും പറയുകയാണ്, നമ്മളെ 1-ാം പാർട്ട് വീഡിയോയും 2-ാം പാർട്ട് വീഡിയോയും കാണാത്ത നമ്മളെ ചാനലിലുണ്ടാവും. അവിടെ പോയി കാണാം. അപ്പം നമുക്ക് മൈനിങ് തുടങ്ങാം. ബ്ലോക്കാണ്. ഇത് പെട്ടെന്ന് പൊട്ടും. ഈ ബ്ലോക്കുമ്പോൾ കൂടെ നടക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കട്ടെ. നമുക്ക് പൊട്ടി പിടിച്ച് പോവാം. കയറാൻ പറ്റില്ല. ഇവിടെ നോക്കാം. ഇൻവെന്ററി ഫുള്ളാവണം. അതുവരെ നമ്മൾ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഗൈസ്. നമുക്ക് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമ്മളെ തുടക്കം മാത്രമാണ് യൂട്യൂബ് ചാനലിൻ്റെ. രാവിലെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗ്രാവലിൻ്റെ ഇവിടെ പോകാൻ കുറച്ച് പണിയാണ്. പറഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ കുഴപ്പമില്ല ഗൈസ്. കുഴപ്പമുണ്ട്, പിന്നെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുഴപ്പമില്ല, നമുക്ക് നേരെ പോവാം. നമുക്ക് അത്യാവശ്യത്തിന് സ്റ്റോണൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മളെ വീടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അത് ഇനി അടുത്ത പാർട്ടിലോ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടിലോ കേൾക്കാരം. പാർട്ടിയിൽ ഡയമണ്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടിൽ എന്തായാലും ഡയമണ്ട് കണ്ടെത്തുന്ന വീഡിയോ ഉണ്ടാവും. ഈ സൈഡ് കാണും കേട്ടോ. അയണുണ്ട്, ഇത് അയണിനെ തോന്നുന്നു. അയണ് കിട്ടിയിട്ടുണ്ട്. അയണിന് അപ്പുറത്തുണ്ടോ? ഇല്ല, ഇതിനുള്ളു ഗൈസ്. നമുക്ക് എടുക്കാം. ഇവിടെ എടുത്തെവിടെയെങ്കിലൊക്കെ ഇനി ചിലപ്പോൾ ആയ ഉണ്ടാവും, ഞാൻ പറഞ്ഞ്. നമുക്ക് 2 അയണായിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? മുകളിലുണ്ടോ? മുകളിലൊന്നുമില്ല. നമുക്കെന്നാലും ഇവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം നമുക്ക് ഇനി മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുവരെ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഇത് കുഴിച്ച് പോകണം. അപ്പോൾ ഗൈസ്, നമുക്കിത് ഞാൻ കുഴിക്കാണ്ട് നമ്മൾ ഇതുവരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് കുഴിച്ച് പോകാം. പിന്നീട് മുഴുവൻ പൊട്ടിച്ച് പോകണം. നമ്മൾ കുറേ നേരമായി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ആകെ നമുക്ക് 2 അയണ മാത്രം കിട്ടിയിട്ടുള്ളൂ. ഇവിടെ അതിൽ കേവൊക്കെ ഉണ്ട്, നമുക്ക് ഡയമണ്ട് കണ്ടെത്താം. കേവ് നേരത്തെ കണ്ടിരുന്നു, പക്ഷെ അവിടെ ഒന്നും ഡയമണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് പ്രത്യേകിച്ച് നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ എത്ര ഉണ്ടായി ബ്ലോക്ക്. അപ്പം നമുക്കിനി എത്ര ആയി നോക്കാം. നമുക്ക് 61, 2, 3, 1, 2, 3, 4, 5, 6 ആയിട്ട് ആകെ 5, 64 എന്താണ് കോബ്ലഡ് ഡീപ് സ്ലേറ്റ്. നമുക്ക് 64 5 കിട്ടിയാണ്. 64 5 അങ്ങനെ 64 ആയിട്ട്.
അപ്പോൾ നമുക്ക് ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നുള്ളൊരു ഇതാണ്. എന്നാലും നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് ഇത് എന്തോ എന്തോ തീ വെച്ചിട്ട് എന്ത് സാധനം എന്തേനോ ഞാൻ നോക്കിയോട്ടെ. ലാപ്പീസിൽ ചെയ്യാലേ. ഞാൻ മറന്നു. എന്തായാലും നമുക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ നോക്കാം. ലാപ്പീസിൽ നമുക്ക് കുറേ ഒരു ബ്ലോക്ക് പൊട്ടിച്ചതിന് കുറേ കിട്ടും. അപ്പം ഇനി നമുക്ക് ഇവിടെ കുക്കിന് കൊടുത്തോളൂ. കാരണം ഡയമണ്ട് ഗോൾഡ് ഉണ്ടെങ്കിൽ എനിക്ക് അയണുണ്ട്. ഞാൻ പൊട്ടിച്ചെന്നാൽ നന്നായി. നമുക്കിവിടെ കാണാൻ നിൽക്കണേ. അത് ഒന്നതിൻ്റെ മുകളിലുണ്ട് ഗൈസ്. ഇതിപ്പോൾ 3 അയണായി. ഇപ്പോൾ 4 5 എണ്ണായിട്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മുകളിൽ ആയതുകൊണ്ട് വലിയ ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അന്നൊക്കെ കുറേ ഡയമണ്ട് കിട്ടിയിരുന്നു മൈൻ ചെയ്തിട്ട്. ഞാൻ വലിയൊരു കേവായിരുന്നു. ആ കേവിൽ എത്തിട്ടോ. അവിടെ നിന്നിട്ട് ഞാൻ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ മുകളിലായിരുന്നു, അടിയിലാണ് ഡയമണ്ട്സൊക്കെ. ഞാൻ അങ്ങനെ പോയി അവസാനം അടിയിലേക്ക് ഇറങ്ങിയിട്ടോ. വെള്ളത്തുണ്ട് അവിടെ നിറച്ച് സോംബികളും പലതും. ഞാൻ ലൈറ്റ് വെച്ച് പലതിനെ കൊല്ലും ചെയ്തു. പിന്നെ നമുക്ക് അവിടുന്ന് കുറേ ഗോൾഡും അയണൊക്കെ കിട്ടിയിരുന്നു. അന്ന് 64 മുകളിൽ അയൺ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഗോൾഡ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടിയിൽ ഒഴിച്ചു പോവാം. നമ്മൾ ഇൻവെൻ്ററി അറിയാനായിരുന്നു അറിയില്ല. നമുക്ക് നോക്കിയേക്കാം. ഇൻവെൻ്ററി ഇനി നമുക്ക് 64 ഈ 56 കൂടിയും ഫുള്ളായി. പിന്നെ നമ്മൾ ഇൻവെൻ്ററി അറിയും ഗൈസ്. ഇതുവരെ എത്തിയല്ലേ. ഡയമണ്ട് കിട്ടുന്നൊക്കെ അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് അയണില്ലാത്ത കിട്ടുന്നു. ഇൻവെൻ്ററി പറഞ്ഞു ഗൈസ്. അപ്പം ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഇനി നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും നോക്കുവാൻ കുറേ ടൈം എടുക്കും. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് കൊയ്ച്ചോന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് കാണാം. ഇതിൽ നമുക്ക് സ്പീഡ് ഇങ്ങനെ കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയല്ല, പലതുണ്ട്. പല
കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കും പോലെ. നമ്മളിന്ന് -15-13 നമ്മളിപ്പോൾ -1 കിടക്കാൻ പോകണം. ഇവിടെ ഇതുണ്ടായിരുന്നു സ്റ്റോപ്പർ ഇപ്പോൾ 2 മിനിറ്റ് ഇവിടുന്ന് നമുക്ക് ഇത് 63 ഇത് 64 ഉണ്ടാക്കാം. ഇന്ന് ഏകദേശം നമ്മൾ മുകളിലെത്താനായി. നമ്മൾ 24-30 ഹെൽത്ത് പറഞ്ഞാണ്. ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പം നമ്മൾ ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ സൺഡേ ആണ് നമ്മൾ തുടങ്ങിയത്. തീയതി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. തീയതി നമ്മളെന്തായാലും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ബോർഡിൽ എഴുതി വെക്കും. കാരണം അപ്പം നമുക്ക് ഇനി നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഇത്ര ദിവസമായല്ലോ എന്ന് നമുക്കറിയാലോ. നമ്മൾ നമ്മളെ സ്ഥലത്തിലുണ്ട്. നമുക്കിനി വില്ലേജ് വരെ പോയൊക്കെ വെറുതെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ പെട്ടിയിൽ വെക്കണം. അതിന് മുന്നേ നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമ്മുടെ ചെസ്റ്റ് വളരെ ചെറുതാണ്, ഒന്ന് മതി. ചെസ്റ്റ് വെക്കുക. ചെസ്റ്റ് നമുക്ക് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ നമ്മളൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ കോബ്ലർ ടേപ്പ് സ്ലേറ്റ്. ഇത് സ്റ്റോണും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. കോബിൾ സ്റ്റോൺ ആണ് അല്ലേ? കോബിൾ സ്റ്റോൺ. അപ്പോൾ ഇതും കോബിളഡ് വേണ്ട സംഭവമാണ്. ഇനി നമുക്ക് അയൺ ഇതാക്കണം. അയണ് നമുക്ക് ഇത് റോയാണ്. അതിന് ഇത് അയണിങ് കട്ടാക്കണം. കോള് വേണം. ഇതെവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് വേണം. ഇതൊന്നും വേണ്ട, ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഇൻവെൻറ്ററിൽ വെക്കണം. ടോർച്ച് ആവശ്യമുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ടേർട്ട് നമുക്ക് എവിടേക്ക് മുകൾക്ക് കയറണമെങ്കിൽ വേണ്ടി വരും. കേവിൽ എന്തെങ്കിലും പെട്ടാലേ നമുക്ക് ആവശ്യം സ്റ്റിക്കും വേണം. അത് ഇത്ര മതി. നമ്മൾ എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന വെച്ചാൽ വില്ലേജിലേക്ക് പോകുമ്പോൾ കുറച്ചായിട്ടോ. നമുക്ക് വില്ലേജിൽ പോകാം. നമ്മളിപ്പോൾ വീടൊക്കെ റെഡിയാക്കിയിട്ട് വില്ലേജിൽ പോയിട്ട് കുറേ ആയിക്കണം. വെള്ളത്തിൻ്റെ അടി ഇങ്ങനെയല്ലേ ഉണ്ടാവുക. മറ്റേ അതിനെന്താ പറയൂലേ, ഡ്രൗണ്. അതോ തോന്നുന്നു ഡ്രൗണേ തോന്നുന്നു. അതൊക്കെ ഡ്രൗണാണ്. നമുക്കെന്തായാലും ഇവിടുന്ന് നമുക്ക് ഗ്രാസ് വന്നാണ്. നമ്മളെ അതൊക്കെ വെറും ഡേർട്ടാണ്. ഗ്രാസ് ഡേർട്ടായിരുന്നു. ഇവിടെ കോളുണ്ട് ഗൈസ്. നമുക്ക് കോൾ എടുക്കണം. പക്ഷെ ഇപ്പം തന്നെ നമുക്ക് ആവശ്യമില്ല.
അതിൻ്റെ മുകളിൽ കയറുക. അവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി ഒഴിഞ്ഞ മുകളിൽ കൂടെ കയറാം. അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി അവിടെ ഇങ്ങനെ കയറി അങ്ങനെ മുകളിലെത്തിയ ഇവിടെ നമ്മളെ മറ്റേ വീട്. ഇവിടെ ഞാൻ പറഞ്ഞ ലാവ ഇവിടെ ലാവന്നെ തോന്നുന്നു. ഇവിടുന്ന് മുകളിൽ കയറാൻ നമ്മള് വഴിയൊക്കെയാണ്. അയ്യോ, നമ്മൾ തന്നെ അവിടെ അടിയിലിരിക്കും. വില്ലേജസൊക്കെ വേണ്ട കൃഷി അവിടെ ഉണ്ടാവോ. ഈ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ടാവുക ഒക്കെ ഇവിടെ തുറന്നു. ഓക്കെ, വലിയില്ല ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ട്രൈഡ് ചെയ്യാം. പറ്റില്ല, 26 നമുക്ക് 3 ഇത് വേണം ഗൈസ്. 3 ഉണ്ടെങ്കിൽ കുറച്ച് വില്ലേജസ് കുട്ടികൾ ഇതാണ് വില്ലേജസ്. ഇത് വലിയ ആളൊന്നുമില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഓക്കെ, ബൈ.